ഇങ്ങ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പം ഞാനിത് വണ്ടി അന്ന് വാങ്ങിക്കുമ്പോൾ പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് കിടക്കുന്ന പഴയ ഞാൻ ഒരു ഉപയോഗിക്കാത്ത വീടെന്നല്ല, ഞാൻ അത് സെല്ല് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്, ലോൺ പ്രശ്നമാണ്, ലോണിൻ്റെ അഡ്രസ്സ് ഒന്നും പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന കണക്ക് ട്രിവാൻഡ്രത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്, അവിടുത്തെ അഡ്രസ്സിൽ വേണം എനിക്ക് വേണമെന്ന് നന്നേ പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഈ എക്സിക്യൂട്ടീവ് വേണമല്ലോ ഇതൊക്കെ നമ്മളടുത്ത് പറഞ്ഞു തരാറ്. നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർ പറഞ്ഞത് അപ്പം ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഇത് ആധാർ ഏത് അഡ്രസ്സിലാണോ ആ അഡ്രസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടത്തുള്ളൂ. ശരി, ഇത് ഈ കാര്യം അവർ നേരത്തെ പറയണം. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിനാദ്യം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് ഇത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം പറ്റില്ല, ആധാർ ശരിയാക്കിക്കൊണ്ടെന്നല്ലേ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ പോയി ഗസറ്റ് ഓഫീസറെ കൊണ്ട് ഇതൊക്കെ എഴുതി വാങ്ങിച്ചു. ആധാർ അപ്ഡേറ്റ് ചെയ്ത് അഡ്രസ്സും കിട്ടി, അഡ്രസ്സും വാങ്ങിച്ച് ആധാർ അയച്ചു കൊടുത്തു. ഇപ്പോഴത്തെ പൊസിഷൻ പറയുകയാണെങ്കിൽ അത് ഈ ആധാർ എല്ലാം RTI കൊടുത്തിട്ടുണ്ട്. ഈ ആധാർ കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ആധാർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് 5 ദിവസമാവും. ഇന്നിപ്പോൾ 5 ദിവസമാവും. ഇതുവരെയും അതിൻ്റെ RTO ഒന്നും അതിൻ്റെ നമ്പരോ ഒന്നും ആയിട്ടില്ല. 4 വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ അന്വേഷിച്ചപ്പം പറയുന്നത്. പക്ഷേ ഇന്നേ ഒരു RTO നമ്പർ ആകുകയോ ഇപ്പം ഇത് ആധാർ അവിടെ കൊടുത്തിട്ടുണ്ടാകുന്ന ഒന്നും എനിക്ക് യാതൊരു ധാരണയില്ല. ഇനി ഇത് എന്ന് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചും എനിക്ക് ധാരണയില്ല.